അപ്പം ഞാനിങ്ങനെ പെൻ ക്യാമറ വെച്ച് ഒരു ദിവസം ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കി. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ് ക്ഷമിക്കാൻ എനിക്ക് കഴിയും, പക്ഷെ നിങ്ങൾക്ക് ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ കഴിയുമെന്ന്. ആ എടുക്കുന്ന തെറ്റാണ് ഇത്. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ മോഷ്ടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം, ആ നിമിഷം നിങ്ങൾ എൻ്റെ മുഖം ഓർക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നുകയല്ലോ. അദ്ദേഹം ഇപ്പോൾ കുറ്റബോധം കൊണ്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു കുറ്റബോധം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആഴ്ചയിലെ നമ്മുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ വാർത്തയ്ക്ക് പ്രാധാന്യമുണ്ടായ ഒരു ചേച്ചിയുടെ അടുത്താണ്. റോസമ്മ ചേച്ചി ലോട്ടറി മോഷ്ടാവിനെ പിടിക്കുകയും അവരെ ക്ഷമിക്കുകയും അവർക്ക് നല്ല ക്ഷമ കൊടുക്കുകയും ചെയ്ത ആ ചേച്ചിയുടെ മുന്നിലാണ്. തീർച്ചയായിട്ടും നമുക്കെല്ലാം ഒരു മാതൃകയായ ചേച്ചിയാണ്. അവരുടെ ആ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. നാട്ടിലിങ്ങനെ ടിക്കറ്റ് നേരത്തെ ഇട്ട് വിറ്റുകൊണ്ടിരുന്നപ്പോഴാണ് ടിക്കറ്റ് ഒരുപാട് കുറവ് വന്നു. പൈസ കളക്ഷൻ ഒരുപാട് മാറ്റം വന്നു. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചത് എന്താണ് സംഭവം, ഇതെന്താ ഇങ്ങനെ പറ്റുന്നത് ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരുപാട് പേര് അപ്പം ഒരു പെൻ ക്യാമറ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പെൻ ക്യാമറ വാങ്ങിയിട്ട് 1 വർഷമായി. അപ്പം ഞാനിങ്ങനെ പെൻ ക്യാമറ വെച്ച് ഒരു ദിവസം ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കിയപ്പം എടുത്ത ആളെ എനിക്ക് മനസ്സിലായി. 1-2 ദിവസം ആളെ ഞാൻ നോട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പെൻ ക്യാമറ എടുത്ത് വെച്ചു. അപ്പം ആളെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു സുഹൃത്തിനെ കൊണ്ട് തന്നെ ഞാൻ ഈ പെൻ ക്യാമറ എടുത്ത് നോക്കിയപ്പം അതിനകത്ത് ഈ എടുത്ത ആളിൻ്റെ ഓഡിയോ വീഡിയോ റെക്കോർഡിങ് സഹിതം കിടപ്പുണ്ട്. അപ്പോൾ ആൾ പറഞ്ഞു, അത് കഴിഞ്ഞ് വന്നപ്പം ഈ ആളെ കാണിച്ചപ്പോൾ ആൾ പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞു ഇങ്ങനെ ടിക്കറ്റ് മോഷണം പോകുന്നുണ്ട്. അപ്പോൾ എന്ന് ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഇങ്ങനെ നമുക്ക് തർക്കിച്ചു. അപ്പം ഞാൻ പറഞ്ഞു അത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ തെറ്റാണ്. നിങ്ങൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ തെളിവ് എൻ്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു. അപ്പം തെളിവ് കാണിക്കാൻ പറ്റും. തെളിവ് കാണിച്ചു കൊടുത്തപ്പോഴത്തേനും അത് നോക്കിയ ചെന്നിട്ട് പറഞ്ഞു ഞാൻ പിന്നെ തെളിവ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് ഭയങ്കര വിഷമം തോന്നിയത്. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അറിയാനെ പറ്റിപ്പോയി, അങ്ങനെ സംഭവിച്ചു പോയി. ഞാൻ പറഞ്ഞു ഇനി ഞാൻ ചോദിച്ചു ഞാൻ നിയമത്തിന് പിന്നെ കൊണ്ടുപോകണോ, നിയമപരമായിട്ട് പോകണമെന്ന് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു നിയമപരമായിട്ട് പോകണ്ടെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കുക. കാരണം ഞാൻ ചെയ്ത വലിയൊരു തെറ്റാണ്. നിങ്ങളെ ചൂഷണം ചെയ്താൽ നിങ്ങളെ മോഷണത്തിന് വലിയ തെറ്റാണ്. പക്ഷേ നിങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ക്ഷമിക്കാൻ എനിക്ക് കഴിയും, പക്ഷെ നിങ്ങൾക്ക് ഈ തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ കഴിയുമെന്ന് ചോദിച്ചു. അത് ഞങ്ങൾ 2 ഉടമ്പടി പ്രകാരമാണ്. ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് ഈ തെറ്റ് ഇനി ചെയ്യാതിരിക്കാൻ നിങ്ങൾക്ക് ഈ തെറ്റ് തിരുത്താൻ കഴിയും, ഒറ്റ ചോദ്യം. അപ്പം പുള്ളി പറഞ്ഞു കഴിയും. ചേച്ചി നിങ്ങൾക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ എനിക്ക് തെറ്റ് തിരുത്താൻ കഴിയും. ഞാൻ പറഞ്ഞു ക്ഷമിച്ചില്ലെങ്കിലും ഞാൻ തിരുത്തും, പക്ഷെ എന്നാലും എന്നെ നിയമത്തിന് മുന്നേ കൊണ്ടുവന്ന ഞാൻ നിയമപരമായിട്ടൊക്കെ ശിക്ഷിക്കും, അപ്പോൾ ഞാൻ തിരുത്തും. ഞാൻ പറഞ്ഞു ശരി, എന്നാൽ ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നില്ല, നിയമത്തിൻ്റെ മുന്നേ കൊണ്ടുവന്നില്ല, പക്ഷേ വേറെ നിങ്ങൾ തെറ്റ് ചെയ്യരുത്. മോഷണം എന്ന് പറയുന്നൊരു കലയാക്കി കൊണ്ടു നടക്കരുത്. കാരണം ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെ ഒരുപാട് കാഴ്ചയില്ലാത്തവർ ജീവിക്കുന്ന ഒരു ഇതാണ് ലോട്ടറി വിറ്റൊക്കെ. അവരെ ചൂഷണം ചെയ്യുകയോ അതുപോലെ അവരെ ശല്യപ്പെടുത്തുകയോ അവരെ മോഷ്ടിക്കുകയോ ചെയ്യരുത്. അവരെ നല്ല നിങ്ങളൊരു കാന്താരിമുളകിൻ്റെ അരി പോലും നിങ്ങൾ എടുക്കരുത്. ആ എടുക്കുന്ന തെറ്റാണ് ഇത്. നിങ്ങൾ എന്തെങ്കിലും അങ്ങനെ മോഷ്ടിക്കാൻ നിങ്ങൾക്ക് തോന്നുന്ന നിമിഷം, ആ നിമിഷം നിങ്ങൾ എൻ്റെ മുഖം ഓർക്കാൻ പറഞ്ഞു നിങ്ങൾക്ക് തോന്നുകയല്ലോ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നിങ്ങളെ വെറുതെ വിട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടു. അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ എടുത്ത് പറഞ്ഞു ഇത്രയും ചാനലുകാരും യൂട്യൂബിലും അങ്ങനെ മൊത്തം വൈറലായിട്ടും എൻ്റെ പേര് പറയാൻ കഴിഞ്ഞില്ലല്ലോ, അത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പേര് പറയാമെങ്കിൽ പറയാമായിരുന്നു. ഒരുപാട് പേരെന്നെ നിർബന്ധിച്ചതാണ്, പക്ഷെ ഞാനേ ചെയ്യത്തില്ല. കാരണം ഞാനൊരു വാക്ക് പറഞ്ഞ വാക്കാണ്, അത് ഞാൻ ചെയ്യത്തില്ല. പക്ഷെ നിങ്ങളും ആ വാക്ക് പാലിക്കാൻ ബാധ്യസ്ഥനാന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും. അദ്ദേഹം ഇപ്പോൾ കുറ്റബോധം കൊണ്ട് നടക്കുകയാണ്. ഞാൻ പറഞ്ഞു കുറ്റബോധം ഒന്നും കാണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഈ തെറ്റിന് നിങ്ങൾ ആവർത്തിക്കാതെ മാത്രം മതി. അതാണ് അദ്ദേഹത്തിന് വലിയ സന്തോഷം. ഇതാണ് എൻ്റെ പെൻ ക്യാമറ, ഇതാണ് എൻ്റെ
മോഷ്ടാക്കളെ പിടിക്കാനായിട്ട് ഉപയോഗിച്ച സംഭവം. കാഴ്ചപരിമിതി മുതലാക്കി തൻ്റെ ലോട്ടറി മോഷ്ടിച്ചവരോട് ക്ഷമിച്ചുകൊണ്ട് ലോകത്തിന് വലിയൊരു മാതൃക പകർന്നു നൽകുകയാണ് റോസമ്മ എന്ന ഈ ലോട്ടറി വിൽപ്പനക്കാരി. താനൊരു ക്രിസ്ത്യാനിയാണെന്നും സഭ പകർന്നു നൽകുന്നത് സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സഹിഷ്ണുതയുടെയും പാഠമാണെന്നും അതുകൊണ്ടാണ് താൻ അവരോട് ക്ഷമിച്ചതെന്നും റോസമ്മ പറയുന്നു. എന്തിനും ഏതിനും പകരം ചോദിക്കാൻ നടക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ റോസമ്മ എന്ന ക്രിസ്ത്യാനി ലോകത്തിന് വലിയൊരു മാതൃകയാണ്.